ഒരു റെസ്റ്റോറന്റ് ലവ് സ്റ്റോറി. രചന ബീന സി കെ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി ഊഞ്ഞേരി. പുലർച്ചെ 5 മണിക്ക് സ്വർണലതയുടെ സ്വരമാതിരിൽ കേട്ട സംഗീതത്തിന്റെ അലാറത്തിൽ അനസൂയ ഉറക്കമുണർന്നു. ആൾ കൈയെത്തിച്ച് തന്റെ മൊബൈലുള്ള അലാം ഓഫ് ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് അഴിഞ്ഞു വീണ കാർക്കൂന്നൽ വാരി അമ്മച്ചിക്കിട്ട് കെട്ടി. ആൾ വേഗം ഫ്രഷായി അടുക്കളയിലേക്ക് ചെന്നു. ആളുടെ അമ്മ കാർത്തിക ചായ റെഡിയാക്കി ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആളൊരു കപ്പിൽ അല്പം ചായ ഒഴിച്ചെടുത്ത് പതിയെ ഊതി കുടിച്ചു. അനു, മോളിന്ന് മുതൽ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകാൻ തന്നെ തീരുമാനിച്ചോ? കാർത്തിക ചുവന്നുള്ളിയുടെ തോലളഞ്ഞുകൊണ്ട് ചോദിച്ചു. ആ, ഇന്ന് മുതൽ നേരത്തെ പോകണം. ലാവണ്യ ടെക്സ്റ്റൈൽസിലെ അക്കൗണ്ടിങ് സെക്ഷനിൽ ഒരു വേക്കൻസി വരുന്നുണ്ട്. ആ സെക്ഷനിൽ മീര ചേച്ചി 3 മാസം പ്രഗ്നന്റാ. 4 മാസം കൂടി കഴിഞ്ഞാൽ ചേച്ചി ജോലിക്ക് വരില്ല. അപ്പോഴേക്കും ഞാൻ അക്കൗണ്ടിങ് പഠിച്ചെടുത്താൽ ഇപ്പം അവിടെയുള്ള സെയിൽസ് കിടന്ന് ജോലി ഇട്ട് അക്കൗണ്ട്സിലേക്ക് മാറിയ ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആവും. ആൾ പറഞ്ഞുകൊണ്ട് കാലിയായ ഗ്ലാസ് കഴുകി വെച്ചു. നീ ഫുഡ് വല്ലതും കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല, ഇത്ര നേരത്തെ ഫുഡ് കൊണ്ടുപോയാൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. തണുത്ത ഫുഡ് കഴിച്ചാൽ എൻ്റെ വയറ് കേടാവുന്ന അമ്മയ്ക്ക് അറിയാവുന്നല്ലേ. അതുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടർ സെന്ററിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ചൂടോടെ ഫുഡ് കഴിച്ചോളാം. പിന്നെ ലഞ്ച് കുടുംബശ്രീയിലെ ചേച്ചിമാരുടെ അടുത്ത് ലഞ്ച് ഹോമിൽ നിന്ന് പാഴ്സൽ വാങ്ങിക്കുന്നുണ്ട്, ടെക്സ്റ്റൈൽസിലെ സ്റ്റാഫുകൾക്ക് വേണ്ടി. ഞാനത് കഴിച്ചോളാം. എങ്കിൽ ശരി, നീ പോയി റെഡിയാവും. അപ്പോഴേക്കും ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാം. അമ്മേ, ക്യാരറ്റിട്ട് ഉപ്മാവ് മതി കേട്ടോ. ആ, നീ ചെല്ല്. അവന് റെഡിയായി വന്നു. കാത്തുമ്മ, കഴിക്കണ്ട. കാർത്തിക് വേഗം തന്നെ നല്ല ചൂടുള്ള ഉപ്മാവും ചായ എടുത്ത് കൊടുത്തു. ആൾ വേഗം ഫുഡ് കഴിച്ച് തന്റെ കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്കുള്ള ബുക്കും എടുത്ത് ചാർജ് ചെയ്യാനിട്ടിരുന്ന ഫോണും എടുത്ത് പേഴ്സിൽ പണമുണ്ടോ എന്ന് നോക്കിയിട്ട് അതെല്ലാം തന്റെ ബാഗിലാക്കി അമ്മയ്ക്കൊരു ഉമ്മയും കൊടുത്ത് ആൾ ബസ് സ്റ്റോപ്പിലേക്ക് ഓടി. ബസ് സ്റ്റോപ്പിലെത്തി 2 മിനിറ്റ് കഴിഞ്ഞതും കോട്ടയത്തേക്കുള്ള ബസ് വന്നു. ആൾ വേഗം ബസ്സിൽ കയറി വിൻഡോ സീറ്റിൽ വന്നിരുന്നു. അരമണിക്കൂറിനുള്ളിൽ തന്നെ അവൾ കോട്ടയത്തെത്തി. അവൾ കമ്പ്യൂട്ടർ സെന്ററിലെത്തി അന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് 9 മണിയോടെ അവൾ അവിടെ നിന്ന് ഇറങ്ങിയ നല്ല അടാറ് മഴ. അവൾ വേഗം ബാഗ് തുറന്നു കുടയെടുക്കാൻ. ദൈവമേ, പണിപാളി. കോടിയെടുക്കാൻ മറന്നു. ഇവിടെ നിന്നാ ബസ് നിർത്തില്ല. എന്ത് ചെയ്യും? വിശപ്പിന്റെ വിളിയും വന്നു തുടങ്ങി. അവൾ എന്ത് ചെയ്യുന്നറിയാതെ ചുറ്റും നോക്കി. ഹായ്, അടിപൊളി. എല്ലാവരും എന്നെ പോലെ തന്നെയാ കോടിയെടുക്കാൻ മറന്നുപോയവർ, അഥവാ കുടയില്ലാത്തവർ. അപ്പോഴൊരു ചേട്ടൻ കുടയും ചൂടി റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു. റോഡിനപ്പുറം ഒരു നല്ല റെസ്റ്റോറന്റ് ഉണ്ട്. ആ ചേട്ടന്റെ കൂടെ റോഡ് ക്രോസ് ചെയ്താൽ ആ ചേട്ടനോട് പറയാൻ ചിലപ്പോൾ ആ റെസ്റ്റോറന്റിലേക്ക് ആക്കി തരുമായിരിക്കും. അവൾ ചിന്തിച്ച നിമിഷം തന്നെ അവൾ ഓടി അയാളുടെ കുടക്കീഴിൽ കയറിയെന്നും അയാൾ ഞെട്ടി അവളെ നോക്കി. അവൾ അവനെ നോക്കി മനോഹരമായി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ, എന്നെ ആ റെസ്റ്റോറൻറ്റിലേക്ക് ഒന്ന് ആക്കി തരൂ. ഞാൻ കുടയെടുക്കാൻ മറന്നുപോയി. മഴ തോരെ നിന്ന് ഞാൻ വിശന്ന് ചാവും. അതിനെന്താ, വരൂ, ഞാനും അങ്ങോട്ടേക്കാ. ആ റോഡ് ക്രോസ് ചെയ്തു. തൃപ്തി എന്ന ആ റെസ്റ്റോറൻറ്റിലേക്ക് കയറി. അവൻ കുടമടക്കി അവിടെ ഉണ്ടായിരുന്ന ബക്കറ്റിലേക്ക് വെച്ചു. അവൾ ചുറ്റും നോക്കി. നല്ല തിരക്കാനുള്ള ദൈവമേ, ഞാൻ ഫുഡും കഴിച്ചിട്ട് എപ്പോൾ തിരിച്ചു പോകാനാ? പുറത്ത് മഴ, അകത്ത് തിരക്ക്. ആ, എന്തായാലും കൈ കഴുകി വരാം. അപ്പോഴേക്കും ടേബിൾ ഫ്രീ ആയല്ലോ. ആൾ കൈ കഴുകി വന്നപ്പോഴേക്കും ഫാമിലി ക്യാബിൽ നിന്നൊരു അച്ഛനും സ്കൂൾ യൂണിഫോം ഇട്ട് 2 പെൺകുട്ടികളും പുറത്തേക്ക് വന്നു. ആൾ വേഗം ആ ക്യാബിനരിയിലേക്ക് കയറി. അപ്പോഴേക്കും ഒരു ക്ലീനിങ് ബോയ് വന്ന് ടേബിൾ വൃത്തിയാക്കിയിട്ട് പോയതും ഒരാൾ വന്ന് അവളോട് ചോദിച്ചു, എക്സ്ക്യൂസ് മീ, ഞാനും കൂടി ടേബിൾ ഷെയർ ചെയ്തോട്ടെ? ആൾ മുഖമേർത്തി നോക്കി. തന്നെ മഴ നനയാതെ ഇവിടെ എത്തിച്ച കുടകളുടെ ചേട്ടൻ. ആൾ പുഞ്ചിരിയോട് അവനോട് ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോഴേക്കും ഫുഡ് ഓർഡർ എടുക്കാൻ സപ്ലയർ വന്നു. അനുവിനോട് പറഞ്ഞു, 2 പാലപ്പം മുട്ട റോസ്റ്റും. ചേട്ടാ, ഇവിടുത്തെ അപ്പം മുട്ട റോസ്റ്റും അടിപൊളിയാ. ആൾ ഫുഡിന് ഓർഡർ കൊടുത്തുകൊണ്ട് തൻ്റെ എതിരെ ഇരിക്കുന്നവനെ നോക്കി രഹസ്യമായി പറഞ്ഞു. അതെയോ, എങ്കിലും എനിക്ക് അപ്പം മുട്ട റോസ്റ്റ് മതി. അവൻ സപ്ലൈ നോക്കി കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് കള്ളച്ചിരിയോടെ പറഞ്ഞു. സർ, ചായ, കോഫി? സപ്ലൈ ചോദിച്ചു. എനിക്കൊരു സ്ട്രോങ് ടീ. ചേട്ടാ, 2 സ്ട്രോങ് ടീ, അവൻ പറഞ്ഞു. സപ്ലൈർ ഓർഡർ എടുത്ത് പോയി. അവന് പതിയെ അവനോട് പറഞ്ഞു. ആ സപ്ലൈർ നിന്നോട് ഞാൻ ചോദിക്കാഞ്ഞേ, ചേട്ടൻ്റെ പേരെന്താ? മനു. ഇയാളുടെയോ? അവൻ തൻ്റെ പേര് പറഞ്ഞിട്ട് അവളെ നോക്കി ചോദിച്ചു. അനസൂയ. ഫുഡ് എത്തി. അവൾ ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്നവൻ ഇടയ്ക്കിടയ്ക്ക് ഒളിയണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഈശ്വര, ഈ ഫുഡ് ഉണ്ടാക്കിയ അവളുടെ ലൈഫ് പാർട്ണറുടെ ഒരു ഭാഗ്യം. ഏതോ നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കാല്ലേ, അവൾ പറഞ്ഞു. അവൾ പറഞ്ഞു കേട്ടപ്പോൾ അവനൊന്ന് വിക്കി ചുമച്ചവും പെട്ടെന്ന് തന്നെ അവൾ വെള്ളമെടുത്ത് കുടിച്ചു. എന്തു പറ്റി മനു ഏട്ടാ? അവൾ പെട്ടെന്ന് ചോദിച്ചു. പേടിക്കണ്ടോ, ഒന്നുമില്ല, ഉമിനീര് വിക്കിയതാ. തനിക്ക് ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ? മനു ചോദിച്ചു. ഒരുപാട് ഇഷ്ടപ്പെടുത്തി ഈ ഫുഡ്. ആൾ ഫുഡ് കഴിച്ച് എഴുന്നേറ്റ് കൈ കഴുകി. ശോ, മഴ ഇനിയും തോർന്നില്ലേ? ഞാനിനി എങ്ങനെ അവിടെ എത്തും? ആ മാനേജർ കണ്ണൂട്ടുന്ന ചീത്ത പറയും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒന്നുകിൽ അയാൾ പണ്ട് പോലീസായിരുന്നിരിക്കണം, അല്ലെങ്കിൽ അയാൾ കൊടുങ്ങല്ലൂർക്കാരനായിരിക്കണം. അമ്മാതിരി തെറിയല്ലേ അയാളവിടുത്തെ ലേഡി സ്റ്റാഫിനെ വിളിക്കുന്നത്. ആൾ റെസ്റ്റോറൻറ്റിലെ ചില്ലുവാതിലൂടെ പുറത്തേക്ക് നോക്കി ഒന്ന് ഇടവിൽപ്പെട്ടുകൊണ്ട് പറഞ്ഞു. അനു, താനെവിടെയാ ജോലി ചെയ്യുന്നു? ലാവണ്യ ടെക്സിൽ സെയിൽസ് ഗേളാ, ആൾ പറഞ്ഞു. സപ്ലയർ ബില്ലുമായി വന്നു. ആൾ ബില്ല് വാങ്ങാൻ തുടങ്ങിയപ്പോൾ മനു തന്റെ പേഴ്സ് തുറന്ന് 200 നോട്ടെടുത്ത് ബിൽ ബുക്കിൽ വെച്ചു. സപ്ലയർ അവനെ നോക്കി ഒന്ന് പുഞ്ചരിച്ചിട്ട് ബില്ലുമായി തിരിച്ചുപോയി. ആൾ കണ്ണുമിഴിച്ച് അവനെ നോക്കിയിട്ട് പറഞ്ഞു, അത് എൻ്റെ ബില്ലല്ലായിരുന്നോ? അതിനെ മനുവേട്ടൻ സെറ്റിൽ ചെയ്തേ?
അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ഫ്രണ്ട്സ്. മനു അവൾക്ക് നേരെ വലം കൈ നീട്ടി. അവൾ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നീട് പുഞ്ചിരിച്ചുകൊണ്ട് ആ കയ്യിൽ തന്റെ വലതുകാരം ചേർത്തുകൊണ്ട് പറഞ്ഞു, ഓക്കെ ഫ്രണ്ട്സ്. അപ്പൊ എന്റെ ഫ്രണ്ട് ഫുഡ് കഴിച്ചതിന്റെ ബില്ല് ഞാൻ കൊടുത്തു. പിന്നെ ഈ മഴ തോരം തോന്നില്ല, അനുവിന്റെ കുട കൊണ്ടുപോയിക്കോളൂ. അപ്പൊ മനുവിന്റെ ജോലിക്ക് വേണ്ടേ? അവൾ ചോദിച്ചതിന് മറുപടിയായി മനു ഒന്ന് പുഞ്ചിരിച്ച് പറഞ്ഞു, ഞാൻ എന്റെ ജോലി സ്ഥലത്തെത്തി ജോലി തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. അവൾ അത്ഭുതത്തോടെ അവരെ നോക്കി ചോദിച്ചു, മനുവേട്ടന് എവിടെയാ ജോലി ചെയ്യുന്നേ? ഞാൻ തൃപ്തി റെസ്റ്റോറൻറ്റിലെ കുക്കാണ്. പിന്നെ നമ്മളിപ്പോൾ കഴിച്ചത് എൻ്റെ ഫേവറേറ്റ് ഫുഡില്ലേ, ഇവിടുത്തെ അപ്പം മുട്ട റോസ്റ്റും, അത് മിക്ക ദിവസം ഉണ്ടാക്കുന്നത് ഞാനാ. പിന്നെ എനിക്ക് പാർട്ട്ണറില്ല കേട്ടോ. അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അവൾക്ക് ഇനി എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു. പെട്ടെന്ന് അവൾ വാച്ചിൽ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ സമയം പോയി, ഞാൻ പോയിക്കട്ടെ മനുവേട്ടാ. അവനൊന്ന് മോളിയിട്ട് തൻ്റെ കുടയെടുത്ത് അവൾക്ക് നൽകി. അവൾ ആ കുട വാങ്ങി ചാറ്റൽ മഴയിലേക്ക് ഇറങ്ങി. പക്ഷെ അവൾ കുട നിവർത്താൻ മറന്നു. അവളെ ശ്രദ്ധിച്ചെന്ന മനു പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടി. അവൾക്കരികിൽ വന്ന് അവളുടെ കയ്യിൽ നിന്ന് കുട വാങ്ങി നിവർത്തി അവളുടെ കയ്യിൽ തന്നെ കൊടുത്തു. അവൾ മനുവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. മനു തിരിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് കയറി വന്നു. ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന ഗോപാലേട്ടൻ അവൻ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിക്കൊണ്ട് ചോദിച്ചു, മനിക്കുട്ടാ, മോനെന്താ മോളോട് സത്യം പറയാഞ്ഞ് ഇത് മോന്റെ സ്വന്തം റെസ്റ്റോറൻ്റ് ആണെന്ന്? അവൻ ക്യാഷ് കൗണ്ടറിലേക്ക് കയറി ആ സീറ്റിൽ നിന്നുകൊണ്ട് പറഞ്ഞു, സമയമായിട്ടില്ല ഗോപാലേട്ടാ, അവളെ കുറിച്ച് ഇനിയും അറിയാനുണ്ട്. ആരും തന്നെ ഫോൺ എടുത്ത് അതിൽ നിന്ന് നമ്പറിലേക്ക് കോൾ ബട്ടണിൽ തൊട്ടു. മതിൽക്കൽ കോൾ അറ്റൻഡായി. ഹലോ, ഗുഡ് മോർണിംഗ് സർ, അയാൾ ഭവ്യതയോടെ പറഞ്ഞു. ആ, എനിക്കിന്ന് ഗുഡ് മോർണിംഗാ, പക്ഷെ തനിക്കിന്ന് ബാഡ് മോർണിംഗാ, മനു അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. അതെന്താ സർ? അയാൾ ആശങ്കയോടെ ചോദിച്ചു. മാത്യു, താൻ എന്റെ സ്റ്റാഫിനെ തെരുവിളിക്കാറുണ്ടോ? അതും ഗേൾസിന് ലേറ്റായിട്ട് വരുന്നെന്ന കാരണത്താൽ? സർ, അത് ഞാൻ... താൻ ഇനി ഒന്നും പറയേണ്ടയില്ല. ആ പെൺകുട്ടികൾ ഓരോരുത്തരും ഓരോ ജീവിത സാഹചര്യത്തിൽ നിന്ന് വരുന്നവരാ. ഓരോ കുടുംബത്തിന്റെ അത്താണിയാണ് അവര്. അതായത് ഇല്ലായ്മയിൽ നിന്ന് വരുന്നവരാണെന്ന്. അവർക്ക് ആ ജോലി കൊടുത്ത ഞാനാ, താനല്ല. പല പല കാരണങ്ങൾ കൊണ്ട് അവർ താമസിച്ചു വരാം. ചിലപ്പോൾ ബസ് കിട്ടാൻ താമസിച്ചുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവും അവർ വരാൻ ലേറ്റാവുന്നത്. അത് താൻ ഇത്ര വലിയ പ്രശ്നമാക്കേണ്ടതില്ല. ഇനി താൻ ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞ ആരെങ്കിലും പരാതി പറഞ്ഞാ പിന്നെ ലാവണിയിൽ താൻ മാനേജറായിട്ട് ഇരിക്കില്ല. ഇനി ഇതിന്റെ പേരിൽ താൻ എന്റെ സ്റ്റാഫിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അവരെ കൊണ്ട് തന്റെ പേരിൽ പരാതി കൊടുപ്പിക്കും പോലീസിൽ. അതും സ്ത്രീകളെ അസഭ്യം പറഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് നീ അറിയും. അവൻ കോള് കെട്ടാക്കി. തന്നെ നോക്കി നിൽക്കുന്ന ഗോപാലേട്ടനെ നോക്കി കണ്ണിറുക്കി കാണിച്ചിട്ടൊന്ന് പുഞ്ചിരിച്ചു. ആ കൊച്ചു പരാതി പറഞ്ഞപ്പോ തന്നെ പരിഹാരം കണ്ടല്ലോ. അവളെ അസ്ഥിക്ക് പിടിച്ചോ മോനെ? ആ, ചെറുതായിട്ട്. ഞാൻ ആരാണെന്ന് അറിയാതെയാ അവൾ എന്നോട് സങ്കടം പറഞ്ഞ്. അതപ്പോ തന്നെ പരിഹരിക്കണ്ടേ? പിന്നെ വേണം കുഞ്ഞെ, വേണം. ഇവൻ മാനവകൃഷ്ണ, MK ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസിന്റെ MD. അവന്റെ അമ്മ ലാവണ്യയുടെ പേരുള്ളതാണ് ലാവണ്യ ടെക്സ്റ്റൈൽസ്. അവന്റെ അമ്മയുടെ മരണശേഷം അവൻ അമ്മയുടെ ആഗ്രഹപ്രകാരം അമ്മയുടെ ഓർമ്മയ്ക്കായി ഒരു ചാറ്റി പോലെ നോക്കി നടത്തുന്നതാണ് ആ സ്ഥാപനം. അല്ലാതെ ലാഭം കൊയ്യാനല്ല. അതിന് മറ്റു ബിസിനസ്സുകൾ ധാരാളം ഉണ്ട്. പിന്നെ കമ്പനിയുടെ MD ആണെന്ന് പറഞ്ഞ് കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് വില കൂടിയ വാഹനങ്ങളിൽ സഞ്ചരിക്കാനും കോടീശ്വരന്മാരുടെ ജീവിത രീതിയിൽ ജീവിക്കാനൊന്നും ഇഷ്ടമല്ല മാനവകൃഷ്ണക്ക്. അമ്മയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന, അമ്മയുടെ രുചികരമായ ഭക്ഷണം ഇഷ്ടപ്പെട്ടിരുന്ന അവൻ അമ്മയുടെ കൂടെ നിന്ന് കുക്കിംഗ് പഠിച്ചെടുത്തു. അവന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു നല്ല രുചികരമായ വൃത്തിയുള്ള ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടൽ. അമ്മ മരിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ആഗ്രഹം സാധിച്ചു കൊടുത്തു. അന്ന് ലാവണ്യ ടെക്സ്റ്റൈൽസ് എത്തുമ്പോൾ 10 മണി കഴിഞ്ഞിരുന്നു. അവൾ പേടിച്ചിട്ടാണ് ഒപ്പിടാൻ മാനേജറുടെ ക്യാബിൽ ചെന്ന്. മാത്യു സാർ മിണ്ടാതെ രജിസ്റ്റർ എടുത്ത് അവൾക്ക് മുമ്പിലേക്ക് വെച്ചു. അവൾ അത്ഭുതത്തോടെ അയാളെ നോക്കിയിട്ട് രജിസ്റ്ററിൽ ഒപ്പിട്ടു. ഇങ്ങേർക്ക് ഇത് എന്ത് പറ്റി? ഇന്നലെ ഒരു ലേറ്റായിരുന്നു തന്നെ ചീത്ത വിളിച്ചിരുന്ന മനുഷ്യനാ. ഇന്നലത്തേൽ നിന്നും 10 മിനിറ്റ് താമസിച്ച ഇന്ന് വന്ന് എന്തെങ്കിലും ആവട്ടെ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൾ ക്യാബിന് പുറത്തിറങ്ങി. സാരി സെക്ഷനിൽ ചെന്ന് അവളുടെ ജോലിയിൽ മുഴുകി. പിറ്റേന്ന് പതിവ് പോലെ അവൾ കമ്പ്യൂട്ടർ ക്ലാസ് കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിലെത്തി. ഗോപാലേട്ടനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് അവൾ ഫാമിലി റൂമിലേക്ക് കയറി. അല്പം കഴിഞ്ഞതും 2 പ്ലേറ്റിൽ പാലപ്പം മുട്ട റോസ്റ്റുമായി മനു കയറി വന്നു. അവൾക്ക് മുന്നിൽ ടേബിളിലേക്ക് അവൻ ആ 2 പ്ലേറ്റും വെച്ചിട്ട് അവൾക്കെതിരെയുള്ള സീറ്റിൽ അവൻ ഇരുന്നു. അപ്പോഴേക്കും സപ്ലയർ 2 സ്ട്രോങ് ടീയും കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി. ഞാൻ കരുതി അനുവിന് ഈ വഴി വരില്ലായിരിക്കുന്നു. അവൻ ഫുഡ് കഴിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, ഞാനിങ്ങോട്ട് വരാണ്ടിരിക്കേണ്ട കാര്യം എന്താ? എനിക്കിവിടെ നല്ല ടേസ്റ്റി ഫുഡ് കിട്ടും. പിന്നെ തൃപ്തി റെസ്റ്റോറൻറ്റിന്റെ മാസ്റ്റർ ഷെഫിന്റെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഭാഗ്യം, അത് ഞാൻ എന്തിനാ മിസ് ചെയ്യുന്നേ? അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പൊ തനിക്ക് എൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഇഷ്ടമാണല്ലേ? അതിന് ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം എന്താ? മനുവേട്ടൻ എൻ്റെ ഫ്രണ്ട് അല്ലേ? തനിക്ക് വേറെ ഫ്രണ്ട്സ് ആരുമില്ലേ? മുൻപുണ്ടായിരുന്നു ഒരുപാട് പേര് ഫ്രണ്ട്സായിട്ട്, സ്കൂൾ കോളേജിലെ ടൈമൊക്കെ ആയിട്ട്. ആ ടൈം കഴിഞ്ഞപ്പോൾ എല്ലാവരും അവരുടെ കാര്യം നോക്കിപ്പോയി. ഞാനിപ്പോൾ എൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നു. അങ്ങനെ അനസൂയ കമ്പ്യൂട്ടർ സെന്ററും തൃപ്തി റെസ്റ്റോറൻറ്റും ലാവണ്യ ടെക്സ്റ്റൈൽസും വീടുമായി അവളുടെ ലൈഫിൽ 5 മാസങ്ങൾ കഴിഞ്ഞു. അവളിപ്പോൾ സെയിൽസ് ഗേളല്ല, അക്കൗണ്ട്സിലെ സ്റ്റാഫാണ്. മനു അനുവിന്റെ വീട്ടിൽ ഇടക്കൊക്കെ വരികയും മറ്റും ചെയ്തിരുന്നു. തന്നെ മരിച്ചുപോയ അമ്മയുടെ കുറവ് നീയത്തുനിന്ന് അനുവിന്റെ അമ്മ കാർത്തികയെ കാണുമ്പോഴാണ്. അവളുടെ അമ്മയുമായി മനു നല്ല സൗഹൃദത്തിലായി. അവളുടെ അമ്മയോട് അനുവിന് അവന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചിരുന്നു. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ നടത്തി കൊടുക്കാമെന്ന് അമ്മയും പറഞ്ഞു.
ലാവണിയിൽ ജോലി ചെയ്യുന്നവരുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് നൽകുന്ന പതിവ് അവിടെയുണ്ട്. അനുവിന് കിട്ടിയ ഗിഫ്റ്റ് ഓഷ്യൻ ബ്ലൂ കളർ പാർട്ടി ലഹങ്കയായിരുന്നു. അവൾക്കത് ഏറെ ഇഷ്ടപ്പെട്ടു. അവൾ ആ ഗിഫ്റ്റും കൊണ്ട് വീട്ടിലെത്തിയപ്പോഴേ അവളുടെ അമ്മക്ക് ആ ഡ്രസ്സ് ഇട്ട് അവളെ കാണണമെന്ന് തോന്നി. അമ്മയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തു. അവൾ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരുപാട് ഫോട്ടോ എടുത്തു. അതിൽ 1-2 ഫോട്ടോ അവൾ മനുവിന് സെൻഡ് ചെയ്തു. കൂട്ടത്തിൽ ഒരു വോയിസ് മെസ്സേജും. മനുവേട്ടാ, ഈ ഡ്രസ്സിൽ ഞാൻ സുന്ദരിയല്ലേ? അവനുടൻ തന്നെ അനുവിന്റെ വോയിസ് കോൾ വിളിച്ചു. സുന്ദരിയാണെന്നോ? അനുമോളെ ഇപ്പൊ കാണാൻ ഒരു രാജകുമാരിയെ പോലെയുണ്ട്. ശരിക്കും? ആ, ശരിക്കും ഒരു മുഗൾ രാജകുമാരിയെ പോലെ സുന്ദരിയായിട്ടുണ്ട്. ഈ ഡ്രസ്സിൽ നിന്നെ 4 ആൾ കാണാൻ ഒരു ചാൻസ് തരട്ടെ? അവൾ ആകാംക്ഷയോട് ചോദിച്ചു. എന്ത് ചാൻസ്? നാളെ കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് റിസപ്ഷൻ ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് മിക്കവരും കപ്പിൾസാ. എനിക്ക് പെയറായിട്ട് ആരുമില്ല. അവനും എൻ്റെ ഫ്രണ്ടല്ലേ. എൻ്റെ കൂടെ ഒന്ന് വരും ആ പാർട്ടിക്ക്. ഞാൻ കാർത്തോമ്മയോട് പറഞ്ഞ് അനുവാദം വാങ്ങിക്കാം. ഞാൻ അമ്മയുടെ കയ്യിൽ ഫോൺ എടുക്കാം. അവൾ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തു. അതെ, മനുവേട്ടൻ്റെ അമ്മയോട് എന്തോ ചോദിക്കണമെന്ന്. അമ്മ ഫോൺ വാങ്ങി ചെവിയോട് ചേർത്തു. ഹലോ അമ്മേ, ഇത് ഞാനാണ് മനു. നാളെ കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് റിസപ്ഷൻ ഉണ്ട്. അന്ന് തന്നെ അമ്മയുടെ മോളോട് എനിക്ക് എൻ്റെ ഇഷ്ടം പറയണം. അതിൻ്റെ ഒരു വാശിയാ. അമ്മ വിടോ അനുവിന് എൻ്റെ ഒപ്പം? അതിനെന്താ മോനെ, മറ്റു കുട്ടികളെ പോലെ അച്ഛനും അമ്മയും അറിയാതെയല്ലല്ലോ. മോൻ എന്നോട് അനുവാദം ചോദിച്ചിട്ടല്ലേ? അമ്മ അനുവിൻ്റെ കയ്യിലൊന്ന് ഫോൺ എടുത്തേ. അനുമോളെ, ദേ മോന് നിന്നോട് സംസാരിക്കണമെന്ന്. ഹലോ മനുവേട്ടാ, എന്താ പറയാള്? അല്ല, മുഗൾ രാജകുമാരി ആ ഡ്രസ്സിന് മേച്ചാവുന്ന ഓർണമെന്റ്സ് ഒന്നും ഇട്ടുകൊണ്ടില്ല. അത് മനുവേട്ടാ, ഞാനങ്ങനെ ഡ്രസ്സിന് മേച്ചാവുന്ന ഓർണമെന്റ്സ് ഒന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇനി മുതൽ യൂസ് ചെയ്യണം. പക്ഷേ എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒന്നുമില്ല. എന്നാൽ നമുക്ക് നാളെ തന്നെ എല്ലാം വാങ്ങിക്കാം. എങ്കിൽ നമുക്ക് ലാവണിൻ്റെ അടുത്തുള്ള ലേഡി സ്റ്റോറിൽ കയറാം. അവിടെ നല്ല കളക്ഷൻ ഉണ്ട്. ഞാനും ഗീത ചേച്ചി, മീര ചേച്ചിയുടെ കുഞ്ഞുവാക്ക് കരിവളയും കൺമഷിയും വാങ്ങാൻ പോയപ്പോൾ കണ്ടതാ. വേണ്ട, നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ജോലി ചെയ്യുന്ന ഷോപ്പുണ്ട് ഇവിടെ അടുത്ത്. നമുക്ക് അവിടെ പോവാം. ഓക്കെ, മനുവേട്ടൻ്റെ ഇഷ്ടം. അതെന്താ, നിനക്കതിനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ലേ? അതല്ല മനുവേട്ടാ, എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറയുമ്പോൾ വാങ്ങിത്തരാൻ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛനെ കണ്ട ഓർമ്മ പോലും ഇല്ല. അനു സെന്റി അടിക്കാൻ തുടങ്ങിയതും അവളുടെ കണ്ണീർ തൻ്റെ ഉള്ളു പൊളിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് മനു പറഞ്ഞു. അപ്പം മോൾ നാളെ ലീവ് എടുക്ക്. നാളെ എൻ്റെ മോൾക്കൊരു സർപ്രൈസ് ഉണ്ട്. നിന്റെ ചെറിയൊരു ആഗ്രഹം സാധിപ്പിച്ചു തരാം. എന്ത് സർപ്രൈസാ മനുവേട്ടാ? അവൾ നിഷ്കളങ്കമായി ചോദിച്ചു. ഈ സർപ്രൈസ് എന്ന് പറയുന്ന സാധനം ആദ്യം അറിഞ്ഞാൽ അത് സർപ്രൈസ് ആവുമോ? അതറിയേണ്ട ടൈമിൽ അറിഞ്ഞാൽ പോരെ? മതി, പറഞ്ഞാൽ മതി. അപ്പോൾ മനുവേട്ട നാളെ കാണാം. ഗുഡ് നൈറ്റ്. പിറ്റേന്ന് രാവിലെ തന്നെ അവൾ തൃപ്തിയിലെത്തി. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് അവളുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം അവൾ ചോദിച്ചു, മനുവേട്ട സർപ്രൈസിന് നേരായോ? അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അനുമോൾ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞിരുന്നില്ലേ നിനക്ക് ബുള്ളറ്റിൽ ഒരു ലോങ് ഡ്രൈവ് പോകാൻ ആഗ്രഹമുണ്ടെന്ന്? ആ, അപ്പം മനുവേട്ടൻ പറഞ്ഞായിരുന്നല്ലോ മനുവേട്ടൻ്റെ ബുള്ളറ്റ് സ്വന്തമായിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ആഗ്രഹം സാധിപ്പിച്ച് തന്നേനെന്ന്. മനു അനുവിനെയും കൊണ്ട് തൃപ്തിയുടെ പാർക്കിങ്ങിലേക്ക് ചെന്നു. അവിടെ മൂടിയിട്ടിരിക്കുന്ന ബൈക്ക് കവർ മാറ്റാൻ അവളോട് പറഞ്ഞു. ബൈക്ക് കവർ മാറ്റിയതും അവൾ ശരിക്കും സർപ്രൈസ്ഡായി. പുതിയൊരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്. മനുവേട്ടാ, ഞാൻ ശരിക്കും സർപ്രൈസ് ആയി കേട്ടോ. അതെ, കുട്ടികൾ എന്നായെങ്കിലും ആഗ്രഹം പറഞ്ഞ ചുമ്മാ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. മോൾ എന്നോടൊരു ആഗ്രഹം പറഞ്ഞു, മോൾക്ക് ബുള്ളറ്റിൽ യാത്ര ചെയ്യണമെന്ന്. അപ്പം ഞാനെന്താ പറഞ്ഞു, എനിക്ക് സ്വന്തമായിട്ടൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അനുമോളുടെ ആഗ്രഹം സാധിച്ചു തന്നേനെ എന്ന്. മനുവേട്ടാ, എൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയാണോ ഇത്രയും വിലയുള്ള വണ്ടി വാങ്ങിയത്? അവൾ നിറമിഴിയാലെ ചോദിച്ചു. നിന്റെ മാത്രമല്ല എൻ്റെ ഒരു ആഗ്രഹമാണ്. എൻ്റെ സ്വന്തം ബുള്ളറ്റിലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെയും പിന്നിലിരുത്തി ഈ ലോകം മുഴുവൻ ചുറ്റുന്നത്. അവൻ ബുള്ളറ്റിൽ കയറിയുന്നുകൊണ്ട് പറഞ്ഞു. അപ്പം എങ്ങനെ നമ്മുടെ രണ്ടാളുടെ ആഗ്രഹം ഒരുമിച്ച് സാധിക്കുമല്ലേ? മോള് കയറ്, നോക്കിക്കോട്ടും സമയമില്ല. ഇന്നത്തെ ദിവസം നമുക്കുള്ളതാണ്. മനു ഹെൽമെറ്റ് എടുത്ത് അളയിൽ വെച്ച് സ്ട്രാപ്പ് ഇട്ടു. ഒരു ഹെൽമെറ്റ് എടുത്ത് അനുവിനും കൊടുത്തു. അവളും സ്വന്തം ശിരസ് സുരക്ഷിതമാക്കി. അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തൊന്ന് റേസ് ചെയ്തിട്ട് അവൻ അവളെയും കൊണ്ട് നേരെ ആലപ്പുഴയ്ക്ക് വിട്ടു. നേരെ അവർ ബീച്ചിലാണ് വന്ന് കുറേ സമയം അവർ ബീച്ചിൽ ചെലവഴിച്ചു. ചൂട് കൂടിയപ്പോൾ രണ്ടുപേരും ഐസ്ക്രീമും ഷേക്കും വാങ്ങി കഴിച്ചു. അതിനുശേഷം മനു പറഞ്ഞു, ഇവിടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ജോലി ചെയ്യുന്ന ഷോപ്പുണ്ട്. നമുക്ക് അവിടെ കയറി നിനക്ക് വേണ്ടുന്നൊക്കെ വാങ്ങാം. അനുവും കൂടി മനുവിന്റെ ഫ്രണ്ട് ജോലി ചെയ്യുന്ന ഷോപ്പിന് മുന്നിലെ പാർക്കിങ്ങിൽ ബുള്ളറ്റ് നിർത്തി. അവരിറങ്ങി. അതിന് ചുറ്റും നോക്കിയിട്ട് ഷോപ്പിന്റെ പേര് വായിച്ചു, NK ജുവല്ലേഴ്സ്. അവൾ മനുവിനോട് ചോദിച്ചു, മനുവേട്ടാ, ഇവിടെയാണ് മനുവേട്ട ഫ്രണ്ട് ജോലി ചെയ്യുന്നത്? അതെ, ഇവിടെ തന്നെയാ. ലേഡി സെന്റർ എന്ന് പറഞ്ഞിട്ട് ഇത് സ്വർണ്ണക്കടയല്ലേ? അവൾ സംശയത്തോടെ ചോദിച്ചു. ലേഡി സെന്റർ എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ഫ്രണ്ട് ജോലി ചെയ്യുന്ന ഷോപ്പിന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അവനെ കണ്ടതും അവിടെയുള്ള സ്റ്റാഫുകൾ ബഹുമാനത്തോടെ എഴുന്നേറ്റു. അത് കണ്ടതും അവൻ അവരെ രൂക്ഷമായി നോക്കി. അവർ പെട്ടെന്ന് തന്നെ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ശ്രദ്ധിച്ചു. മനു അനുവിനെയും കൊണ്ട് മാറുകളുടെ സെക്ഷനിൽ ചെന്നു. അവിടെ നിന്നിരുന്ന സെയിൽസ്മാനോട് അവൻ സൗഹൃദഭാവത്തിൽ സംസാരിച്ചു. സെയിൽസ്മാനോട് സുഖവിവരങ്ങൾ തിരക്കി. അതിനയാൾ മറുപടി പറഞ്ഞു കഴിഞ്ഞതും മനു അയാൾ അവൾക്ക് പരിചയപ്പെടുത്തി.
അനു, ഇവിടെ ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഗിരീഷ്. ഞങ്ങൾ 5 മുതൽ 10 വരെ ഒന്നിച്ച് പഠിച്ചതാ. അനു ഗിരീഷിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്നാലും മനു, നീ എന്നെ കല്യാണം വിളിക്കാൻ മോശമായി പോയി കേട്ടോ. ഗിരീഷ് പറഞ്ഞ പെട്ടെന്ന് തന്നെ മനു പറഞ്ഞു. ഗിരീഷെ, നീ കരുതുമ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അനു എൻ്റെ ഫ്രണ്ടാ. പിന്നെ ഇവൾക്ക് ഫംഗ്ഷൻ ഇടാൻ പറ്റിയൊരു മാലയും കമ്മലും വളകളും വേണം. ഫംഗ്ഷൻ ഇടാനല്ലേ? അപ്പൊ ഡയമണ്ട്സിന്റെ കുന്തൻ സെറ്റ് എടുക്കാം. ഗിരീഷ് അവളെയും കൂട്ടി ഡയമണ്ട്സിലേക്ക് ചെന്നു. ഗിരീഷ് പല ടൈപ്പിലുള്ള മാലയുടെ സെറ്റ് എടുത്ത് വെച്ച് അതിൽ ഇന്ദ്രനീലക്കല്ലും വജ്രവും പതിപ്പിച്ച നെക്ലസ് മനു എടുത്തു നോക്കിയിട്ട് പറഞ്ഞു. അനു, ആ ഡ്രസ്സിന് ഈ മാല നന്നായിട്ട് ചേരും. ഇത് മതിയല്ലേ? അത് വേറെ നോക്കണോ? മനുവേട്ട, ഇതിനൊക്കെ ഒരുപാട് വിലയാവില്ലേ? അത്രയും പണമൊക്കെ മനുവേണ്ട കയ്യിലുണ്ടോ? അയ്യോ, എനിക്കിത്. അനുമോളെ, ഞാൻ ഈ സമ്പാദിക്കുന്നത് സ്വീകരിക്കാൻ എനിക്ക് ആരുമില്ല. നിനക്ക് നിന്റെ വീട്ടിലേക്ക് കയറി ചെന്നാൽ നിന്നോട് സംസാരിക്കാൻ പറ്റുന്ന എനിക്കൊരു അമ്മയെങ്കിലും ഉണ്ട്. ഇപ്പൊ എനിക്ക് ഫ്രണ്ടായിട്ട് നീയുണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ നിനക്ക് വാങ്ങിത്തരും. ആകെ കിളി വറുത്തിരിക്കുകയാണ് അനു. അവൾ മനുവിനെ നോക്കിയിട്ട് പറഞ്ഞു. ലേഡി സ്റ്റോറിൽ നിന്ന് ഇമിറ്റേഷൻ ഓർണമെന്റ്സ് വല്ലതും വാങ്ങാൻ എഴുതി തന്നെ ഇവിടെ ഈ ജ്വല്ലറിയിൽ കൊണ്ടുവന്നൊന്ന് ഞെട്ടിച്ചും പോരായിട്ട് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഇന്ദ്രനീലക്കല്ല് വെച്ച് ഒറിജിനൽ ഓർണമെന്റ്സ് വാങ്ങി തന്ന് എന്നെ വീണ്ടും വീണ്ടും ഞെട്ടിച്ചിരിക്കുക. എനിക്ക് ഇത് മതി മനുവേട്ട, വേറെ നോക്കണ്ട. ഗിരീഷ്, ഈ സെറ്റ് ഗിഫ്റ്റായിട്ട് പാക്ക് ചെയ്യും. ഗിരീഷ് ആ സെറ്റും എടുത്തുകൊണ്ട് ബില്ലിംഗ് സെക്ഷനിലേക്ക് ചെന്ന് ബില്ലടിച്ച് അതൊരു ഗിഫ്റ്റ് ആക്കി എടുത്തു. മനുവിന്റെ കയ്യിൽ കൊടുത്തു. മനു ക്യാഷ് കൗണ്ടറിൽ ചെന്ന് GPay വഴി ബില്ലടിച്ചു. മനു ആ പാക്കറ്റ് കൊണ്ടുവന്ന് അനുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു. ഇന്നലത്തെ ബർത്ത്ഡേക്ക് ഇന്ന് തരുന്ന നാളെയുടെ ആശംസകൾ. അനു ഇരു കൈ നീട്ടി ആ ഗിഫ്റ്റ് സ്വീകരിച്ചു. അവിടുന്ന് അവർ നേരെ അനുവിന്റെ വീട്ടിലേക്ക് പോയി. മനു അവളെ വീട്ടിൽ വിട്ടിട്ട് നാളെ രാവിലെ റെഡി ആയിരിക്കൂ, ഞാനിവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞ് തിരിച്ചുപോയി. അനു തനിക്ക് മനുവേട്ടമായി തന്ന ജ്വല്ലറി അമ്മയെ കാണിച്ചു. അമ്മയ്ക്ക് ഏറെ സന്തോഷമായി. നാളത്തെ കാര്യം ഓർത്തിട്ട് അവർക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും കാർത്തിക് അത് പുറത്ത് കാണിച്ചില്ല. പിറ്റേന്ന് കാലത്ത് തന്നെ അനുവിനെ അമ്മ സുന്ദരിയായി ഒരുക്കി. 9 മണിയായപ്പോൾ മനു വന്നു. ഒരുങ്ങിയിറങ്ങി വന്ന അനുവിനെ മനു മിഴിച്ചെലിപ്പിക്കാതെ നോക്കി നിന്നു. ഇത് കണ്ട കാർത്തിക് മനുവിനോട് രഹസ്യമായി പറഞ്ഞു. മകനെ മനു, എന്റെ മുമ്പിൽ വെച്ച് തന്നെ എന്റെ മോളുടെ ചോരയുറ്റല്ലേ. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ മോനവളോട് ഇഷ്ടം പറയൂല്ലോ. അത് കഴിഞ്ഞ് മോൻ നോക്കിക്കോ. അവൻ അമ്മയെ നോക്കി ഒരു ചമ്മിയെ ചിരിച്ചു. അനുമോളെ, പോവാം. മനു അവളോട് ചോദിച്ചു. പോവാം. അവൾ മനുവിനോട് പറഞ്ഞിട്ട് അമ്മയോട് യാത്ര ചോദിച്ചു. അമ്മേ, ഞങ്ങൾ പോയി വരാം. ശരി മക്കളെ, സന്തോഷത്തോടെ പോയി വരും. അവർ പുറത്തേക്ക് വന്നു. പോർച്ചിൽ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടിരുന്നെങ്കിലും അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അതൊരു BMW കാറായിരിക്കുമെന്ന്. അനു അത്ഭുതത്തോടെ അവനെ നോക്കി. മനുവേട്ടാ, ഈ കാർ ആരുടെയാ? ഇതെനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെയാ. ടാക്സി ആയിട്ട് ഓടുന്ന ഈ കല്യാണത്തിന് പറ്റും. പിന്നെ ഇന്നത്തെ ആ കല്യാണ ചെക്കന് ഇത്തിരി റിച്ചാ. ഒന്നുമില്ലെങ്കിലും നമ്മളൊട്ടും കുറക്കാൻ പറ്റില്ലല്ലോ. ഇത് ഇത്തിരി ഓവറല്ലേ മനുവേട്ടാ? ഓരോ ഓവറും ഇല്ല, ഇച്ചിരി കുറഞ്ഞു പോയെന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. മനുവിൻ്റെ ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്. എൻ്റെ ഡ്രസ്സുമായിട്ട് നല്ല ചേർച്ചയുണ്ട്. പറഞ്ഞു ജയിച്ച പോലെ. അവളുടെ ലങ്കയുടെ അതേ കളറിലും ഡിസൈനിലുമാണ് അവൻ ധരിച്ചിരിക്കുന്ന ഷെർവാണി. പക്ഷെ അവൾക്കറിയില്ലല്ലോ അതവൻ പറഞ്ഞു ചെയ്യിപ്പിച്ച മാച്ചിങ് ഡ്രസ്സുകളാണെന്ന്. അവർ കാറിൽ കയറിപ്പോയി. മാരേജ് റിസപ്ഷൻ നടക്കുന്ന താജ് ഹോട്ടലിലെ അലങ്കരിച്ച ആ വലിയ ഹാളിലെ സ്റ്റേജിലേക്കാണ് നവവധൂവരന്മാർ. അവർക്ക് പിന്നിൽ അലങ്കരിച്ച വാൾ കാർട്ടനിൽ അവരുടെ പേരുകൾ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ദീപ മോഹൻ വെഡ്സ് രാജീവ് നാഥ്. ദീപ അമിത സന്തോഷത്തിലായിരുന്നു. കാരണം അവൾ പഠിച്ചിരുന്ന കാലത്ത് ഒരാളെ പ്രണയിച്ചിരുന്നു. അവന്റെ ശരീര സൗന്ദര്യവും ഫൈനാൻസിലെ ജോലിയും കണ്ടിട്ടാണ് അവൾ അവനെ പ്രണയിച്ച്. അവൻ കാശുകാരനാണെന്ന് അവൾ കരുതിയത്. പക്ഷെ അവന്റെ പ്രണയം ആത്മാർത്ഥത നിറഞ്ഞായിരുന്നു. അവളുടെ പ്രണയം അവളുടെ കൂട്ടുകാരികൾക്കെല്ലാം അറിയാമായിരുന്നു. പക്ഷെ അവൻ അവൾ ആർക്കും പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ലായിരുന്നു. ഒരു ദിവസം അവൾ അവനെ മറ്റൊരിടത്ത് വെച്ച് കാണാനിടയായി. അതുകൊണ്ട് തന്നെ അവൾ അവനെ വേണ്ടെന്ന് വെച്ചു. അതായത് അവൾ അവൻ നൈസായിട്ട് അങ്ങ് തേച്ചു. ഇതറിഞ്ഞ് അവളുടെ ഒരു കൂട്ടുകാരി അവളോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. ദീപേ, നീ കാണിക്കുന്ന വളരെ മോശം പരിപാടിയാണ്. അദ്ദേഹത്തിന് പറയാനൊരു ജോലിയെങ്കിലും ഉണ്ട്. നീ ഇപ്പോൾ പഠിക്കുക. നിന്റെ പഠനം കഴിഞ്ഞ് നിനക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ. എൻ്റെ പൊന്നാരാനു, ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ജീവിതം തരാൻ അവനെ കൊണ്ട് കഴിയില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ഭർത്താവ് ഒരു ഹോട്ടലിലെ സപ്ലയർ ആണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാ. എൻ്റെ ദീപേ, ഇന്നത്തെ കാലത്ത് ഒരു തൊഴിലിട്ടാൽ തന്നെ പാടാ. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള തൊഴിലുകൊണ്ട് നീ തൃപ്തിപ്പെട്. ഭാവിയിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചുകൂടായില്ലല്ലോ. അനു, ഞാനും ചോദിച്ചോട്ടെ, നിനക്കാണെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ നീ അയാൾ തന്നെ സ്വീകരിക്കോ? എന്തുകൊണ്ടില്ല? ഞാൻ സ്നേഹിക്കുന്നയാൾക്ക് അല്ലെങ്കിൽ എന്നെ വിവാഹം കഴിക്കുന്നയാൾക്ക് ഹോട്ടലിലെ പാത്രം കഴിക്കുന്ന ജോലിയാണെങ്കിലും ഞാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. എങ്കിൽ നീ അയാൾ തന്നെ കെട്ടിക്കോ. നിങ്ങളാകുമ്പോൾ നല്ല ചേർച്ചയായിരിക്കും. നീ പ്രണയം നടിച്ച് തേച്ചതിൻ്റെ പ്രണയത്തിൽ വഞ്ചിതനായ നല്ല മനുഷ്യൻ എന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ട ഞാൻ സമ്മതിക്കുക ചെയ്യും. പെട്ടെന്ന് ദീപ ചിന്തയിൽ നിന്നുണർന്നു. അവൾ രാജീവിനെ നോക്കി പുഞ്ചിരിച്ചു. രാജീവ് നാഥ് MK ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസിന്റെ എറണാകുളം ബ്രാഞ്ചിന്റെ അസിസ്റ്റന്റ് മാനേജറാണ്. എന്തായാലും താൻ അവനെ വേണ്ടെന്ന് വെച്ച് നന്നായി. അതുകൊണ്ടല്ലേ തനിക്ക് പറയാൻ നല്ലൊരു ജോലിയുള്ള ആൾ തന്നെ കിട്ടിയത്. അവനെ കിട്ടിയിരുന്നെങ്കിൽ ആരെങ്കിലും ഹസ്ബൻഡിന്റെ ജോലി ചോദിച്ചാൽ ഞാൻ നാണം കിട്ടേനെ. അങ്ങനെ അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് മുഖപരിചയമുള്ള രണ്ടുപേർ സ്റ്റേജിലേക്ക് കയറി വന്ന്. അവർ അടുത്ത് വന്നപ്പോഴാണ് അവൾക്ക് അവരെ മനസ്സിലായത്. ദീപ അവരെ നോക്കി പുഞ്ചിരിച്ചു. അനുവിന് ആദ്യം ദീപയെ മനസ്സിലായില്ല.
അത്രയ്ക്കൊണ്ട് മേക്കപ്പ്. അവർക്ക് പരസ്പരം മനസ്സിലായതും അനു സന്തോഷത്തോടെ ദീപയെ ആശ്ലേഷിച്ചപ്പോൾ ദീപ അനുവിന്റെ കാതിൽ പതിയെ ചോദിച്ചു, അങ്ങനെ നീ വാക്ക് പാലിച്ചല്ലേ? ഞാൻ എന്ത് വാക്ക് പാലിച്ചെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ദീപേ. നീ ഒന്ന് തെളിയിച്ച് പറയേ. നീ എന്നെ വെല്ലുവിളിച്ച പോലെ തന്നെ ആ സപ്ലയർ തന്നെ കെട്ടിയല്ലേ? നിന്റെ ഡ്രസ്സും ഓർണമെന്റ്സും കൊള്ളാം. ഇങ്ങോട്ട് വരാൻ വേണ്ടി വാടക എടുത്താണോ? അനു ദീപ പറയുന്നിട്ടൊന്നും മനസ്സിലാതെ നിന്നപ്പോൾ മനു അവളുടെ ഇടുപ്പിലൂടെ തന്റെ കൈ ചുറ്റി അവൾ അവളിലേക്ക് ചേർത്തിയെത്തിക്കൊണ്ട് രാജീവിനെ അവളെ പരിചയപ്പെടുത്തി കൊടുത്തു. രാജീവ്, ഇതാണ് ഞാൻ പ്രണയിക്കുന്ന എന്റെ പെണ്ണ് അനസൂയ. മനു പറയുന്നിട്ട് അനു അത്ഭുതത്തോടെ മനുവിനെ നോക്കി. അപ്പോഴാണ് മനു തന്നെ എന്തു പറഞ്ഞാണ് ഇവിടേക്ക് കൊണ്ടുവന്നെന്ന് അവൾക്ക് ഓർമ്മ വന്നു. അനു രാജീവിനെ നോക്കി പുഞ്ചിരിച്ചു. ദീപ പതിയെ രാജീവിനോട് ചോദിച്ചു, രാജീവിടെ എന്തിനാ ആ സപ്ലൈയോട് സംസാരിക്കുന്നത്? ഏട്ടൻ്റെ അന്തസ്സിന് ചേർന്നാണോ ഈ കൂലിപ്പണിക്കാരായിട്ടുള്ള സഹകരണം? ദീപ അഹങ്കാരത്തോടെ ചോദിച്ച രാജീവ് പറഞ്ഞു, ദീപ, നീ MK ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസ് എന്ന് കേട്ടിട്ടുണ്ടോ? അതെന്ത് ചോദ്യം രാജീവേട്ടാ? ഏട്ടൻ ജോലി ചെയ്യുന്നതിന് ആ കമ്പനിയുടെ എറണാകുളം ബ്രാഞ്ചിലല്ലേ? നിനക്കതിന്റെ MD അറിയാമോ? അറിയില്ലെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇദ്ദേഹമാണ് മിസ്റ്റർ മാനവകൃഷ്ണ, MK ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസിന്റെ MD. MK ഗ്രൂപ്പിന്റെ അണ്ടറിൽ വ്യത്യസ്ത പേരുകളുള്ള ഓരോ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. അവർ 2-3 സ്ഥാപനങ്ങൾക്ക് മാത്രമേ MK ഗ്രൂപ്പിന്റെ പേരുള്ളൂ. ചിലത് ചാറ്റിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ലാവണ്യ ടെക്സ്റ്റൈൽസ്, തൃപ്തി റെസ്റ്റോറന്റ് മുതലായവ. രാജീവ് പറഞ്ഞിട്ട് ദീപ അന്താളിച്ച് മനുവിനെയും രാജീവിനെയും മാറി മാറി നോക്കി. അനുവാണെങ്കിൽ താൻ കേട്ടത് വിശ്വസിക്കാനാവാതെ മനുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. തന്റെ മനുവേട്ടൻ താൻ കരുതിയിരുന്ന പോലെ ഒരു സാധാരണക്കാരനുമല്ല, അത്ര നിസ്സാരക്കാരനുമല്ല. എന്തിനാണ് അദ്ദേഹത്തെയും പാവപ്പെട്ട പോലെ ജീവിച്ച്? അതോ തനിക്ക് മുമ്പിൽ തീർത്തും പാവപ്പെട്ട പോലെ നടിക്കുകയായിരുന്നു? എന്തിനു വേണ്ടി? അവൾ ചോദ്യരൂപേണ മനുവിനെ നോക്കി. മാനു എന്ന മനു അനുവിന്റെ ആ നോട്ടത്തിൽ നിന്ന് തന്നെ അവളുടെ സംശയം മനസ്സിലാക്കി. മാനു അനുവിനോടും ദീപയോടുമായി പറഞ്ഞു, 1 വർഷം മുമ്പ് ഞാൻ നിങ്ങളുടെ സംസാരം കേൾക്കാനിടയായി. അതായത് ഞാനൊരു ഹോട്ടലിലെ സപ്ലയറാണെന്ന് ദീപ പറഞ്ഞ സമയം എന്റെ ഭാഗം കേൾക്കാതെ ഇവളെന്നെ വേണമെന്ന് വെച്ചതിന്റെ കാരണം അറിയാൻ ഞാൻ ദീപയെ കാണാൻ വന്നു. ഞാൻ ചോദിക്കാതെ തന്നെ ഇവിടെ മനസ്സിലിപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ സ്ഥാപനങ്ങളിൽ അതിന്റെ MD എന്ന രീതിയിൽ പോവാറില്ല. ഒരു സാധാരണക്കാരൻ പോലെ ആ സ്ഥാപനത്തിൽ കുറച്ച് ദിവസം എന്തെങ്കിലും ഒരു ജോലി ചെയ്യും. അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ അവർ ആത്മാർത്ഥയില്ലാതെ ജോലി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാനാ ഞാൻ അവരിൽ ഒരാളായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ ഫൈനാൻസിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ദീപനെ ഇഷ്ടമാണെന്ന് പറയുന്നത്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ ഏകാന്തയില ഇവളെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരിക്കൽ ഞാൻ എൻ്റെ ഹോട്ടലിൽ ജോലി ചെയ്യുന്നതാണ് ദീപ കണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരുടെയും സംസാരത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ദീപയിൽ നിന്ന് എനിക്ക് കിട്ടില്ല. അവൾക്ക് എന്നേക്കാൾ ഇഷ്ടം എൻ്റെ പണത്തിനോടാ. പക്ഷെ അവൾക്ക് മനുവിനെ പോലെ ഒരു സാധാരണക്കാരനെ മതി. പണമോ പ്രശസ്തിയോ അവൾ ആഗ്രഹിക്കുന്നില്ല. മനു പുഞ്ചിരിയോടെ തുടർന്നു, ദീപയോട് അനു പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ആ സപ്ലയർ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ കണ്ണും പൂട്ടി സമ്മതിക്കുന്നു. അല്ലേനു മോളെ? അനു ഇതെല്ലാം കേട്ടുകൊണ്ട് നിഷ്കളങ്കമായി തലയാട്ടി. മനു പെട്ടെന്ന് തന്റെ ഷെർവാണിയുടെ പോക്കറ്റിൽ കരുതിയിരുന്ന ഒരു ജ്വല്ലറി ബോക്സ് എടുത്തു. എന്നിട്ട് അവിടെ സെറ്റ് ചെയ്തിരുന്ന ഒരു മൈക്ക് എടുത്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നവരുടെ ശ്രദ്ധയെ ആകർഷിച്ചു. ആ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ അഭിസംബോധന ചെയ്യുന്നതിൽ എനിക്കിഷ്ടം എന്റെ പ്രിയപ്പെട്ടവരെന്ന് പറയുന്നില്ല. ഞാനേറെ സന്തോഷിക്കുന്നത് ഇവിടെ എത്തിയിരിക്കുന്നതിൽ കൂടുതൽ പേരും MK ഗ്രൂപ്പിന്റെ സ്റ്റാഫുകളും മിസ്റ്റർ രാജീവ്നാഥിന്റെ സഹപ്രവർത്തകരുമാണ്. പിന്നെ ഇവിടെ എത്തിയിരിക്കുന്നതിൽ കുറച്ച് പേർക്കെങ്കിലും എന്നെ നേരിട്ടറിയാം. ഇനി എന്നെ അറിയാത്തവർക്കായി ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മാനവകൃഷ്ണ. ഞാൻ ചെറിയൊരു ബിസിനസ്മാനാണ്. എൻ്റെ കമ്പനിയുടെ പേര് MK ഗ്രൂപ്പ്സ് എന്നാണ്. അവൻ പറയുന്നത് നിർത്തിയതും അവിടെ ആകെ അത്ഭുതത്തോടെയുള്ള ആർപ്പുവിളികളും കയ്യടി ശബ്ദം കൊണ്ടും മുഖരിതമായി. അവൻ തുടർന്നു, ഞാൻ ഇന്നിവിടെ ഒരു പെൺകുട്ടി എന്നെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അവൾ എന്നെ സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സർ, ആരാണ് പെൺകുട്ടി? ആരാണ് ഭാഗ്യവതി? ആൾക്കൂട്ടത്തിൽ നിന്നും അങ്ങനെ പല പല ചോദ്യങ്ങളും ഉയർന്നു. അവൻ മൈക്കുമായി അനസൂയയുടെ മുന്നിൽ ചെന്ന് അവളോട് ചോദിച്ചു, അനസൂയ, വിൽ യു മാരി മീ? അനു തന്റെ മനുവായിട്ട് ഇത്രയും നാൾ തന്നോട് പറയുമെന്ന് കരുതിയ കാര്യം മാനവകൃഷ്ണ പറഞ്ഞപ്പോൾ അവൾക്ക് വല്ലാതെ സങ്കടമായി. സോറി മിസ്റ്റർ മാനവകൃഷ്ണ, ഞാൻ മറ്റൊരാൾ പ്രണയിക്കുന്നു. ആൾ പറഞ്ഞു കഴിഞ്ഞതും മാനവയുടെ മുന്നിൽ നിന്നൊരു ചുവട് പിന്നോട്ട് വെച്ചു. ദീപ മാനവിനെ നോക്കി പുച്ഛിച്ചു. പക്ഷെ അനസൂയ തുടർന്ന് പറഞ്ഞ വാക്കിൽ കേട്ട് ദീപയുടെ മുഖം കറുത്തപ്പോൾ മാനവിന്റെ മുഖം പൂനിലാവുദിച്ച പോലെ സന്തോഷം കൊണ്ട് വിടർന്നു. ഞാൻ തൃപ്തി റെസ്റ്റോറന്റ് കുക്ക് മനുവിനെ എന്റെ മനുവേട്ടനെ പ്രണയിക്കുന്നു. അദ്ദേഹത്തെയാ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് മനു തന്റെ കയ്യിലിരുന്ന ജ്വല്ലറി ബോക്സ് തുറന്ന് അവൾക്ക് നേരെ നീട്ടിയിട്ട് ചോദിച്ചു, അനുമോള് എന്നെ കല്യാണം കഴിക്കുമോ? അവൾ സന്തോഷത്തോടെ തന്റെ വലം കൈ നീട്ടി അവനവളുടെ വിരലിൽ ആ ബോക്സിലുണ്ടായിരുന്ന റിങ് അണിയിച്ചു. സന്തോഷകരമായ അവരുടെ ദാമ്പത്യം അവിടെ തുടങ്ങിയായിരുന്നു.